പ്രതികളെ കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അന്വേഷണത്തിലൂടെ പോലീസിന് സുഭദ്രയുടെ കൊലപാതകത്തിന്റെ കാരണങ്ങളായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് എന്നതാണ് ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം. അന്വേഷണ സംഘം ഒരുപക്ഷെ ഈ കാര്യങ്ങൾ വിശദീകരിക്കും. SP അധികം വൈകാതെ മാധ്യമങ്ങളെ കാണുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് പ്രതികളെ കോടതിയിൽ എത്തിക്കുക? എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ ശ്യാം നൽകാനുള്ളത്? ഗോപികൃഷ്ണൻ, ഇന്ന് രാവിലെ ആലപ്പുഴ SP മാധ്യമങ്ങളെ കണ്ടപ്പോൾ കൊലപാതക കാരണം എന്തെന്ന് നമ്മൾ ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം എന്ന് പറയുന്നത് സാമ്പത്തിക നേട്ടം, അതിനുവേണ്ടി കൊലപാതകം നടത്തി എന്നുള്ള ഒരൊറ്റ വാക്കിലെ മറുപടിയാണ് പറഞ്ഞത്. കൂടുതൽ കാര്യങ്ങൾ വൈകുന്നേരം മാധ്യമങ്ങളെ കാണുമ്പോൾ വിശദീകരിക്കാമെന്നാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിരിക്കുന്നത്. വൈകിട്ട് 6:30 അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിനു മുൻപ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടിക്രമങ്ങൾ പോലീസ് പൂർത്തീകരിക്കുകയാണ്. പ്രാഥമിക ചോദ്യം ചെയ്യൽ ഇപ്പോൾ ആലപ്പുഴ DYSPയുടെ നേതൃത്വത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ശർമ്മിളയാണ് പോലീസിനെ ഏറ്റവും കൂടുതൽ കുഴയ്ക്കുന്നത്. കാരണം നേരത്തെ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ തൊട്ടടുത്ത നിമിഷം മാറ്റി പറഞ്ഞുകൊണ്ട് ശർമ്മിള അന്വേഷണ സംഘത്തെ വല്ലാതെ കുഴയ്ക്കുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇതാണ് ഇപ്പോൾ പോലീസിനെയും പ്രതിസന്ധിയിലാക്കുന്നത്. ഏതായാലും പ്രതികളെ ഇന്ന് വൈകുന്നേരം ഏകദേശം 1 മണിക്കൂറിനകം തന്നെ കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. തെളിവെടുപ്പിനുൾപ്പെടെ 2 ദിവസത്തിന് ശേഷം ഓണാവധിക്ക് ശേഷം കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകി പ്രതികളെ വാങ്ങാനാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും പ്രതികളെ അല്പസമയത്തകം കോടതിയിലേക്ക് കൊണ്ടുപോകും. അതിന്റെ നടപടിക്രമങ്ങൾ, മെഡിക്കൽ അടക്കമുള്ള നടപടിക്രമങ്ങൾ ഉടൻ തന്നെ പൂർത്തീകരിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കേസിൽ ഏറ്റവും നിർണായകമായ കാര്യങ്ങളെല്ലാം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൃത്യം നടത്തിയ ആളുകളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കൃത്യം എന്തിനു നടത്തി എന്നുള്ളത് അവർ തന്നെ സമ്മതിച്ചിരിക്കുന്നു. മറ്റു തെളിവുകൾ ശേഖരിച്ചിരിക്കുന്നു. ഈ കേസിൽ ഒരാളെ കൂടി പ്രതിയേർക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് വളരെ വേഗത്തിൽ തെളിവുകൾ ശേഖരിക്കുകയും പ്രതികളിലേക്ക് എത്തുകയും ചെയ്തു. ഈ പ്രതികൾ ഒളിവിൽ പോയ 1 മാസം പോലും പ്രതികളെ കൃത്യമായി നിരീക്ഷിച്ച് പിന്തുടർന്ന് പിടിക്കാൻ സാധിച്ചു എന്നുള്ളത് അന്വേഷണ സംഘത്തിന്റെ ഒരു നേട്ടം തന്നെയായിട്ട് അവർക്ക് അവകാശപ്പെടാവുന്നതാണ്. ഏതായാലും പ്രതികളെ വൈകുന്നേരം ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. വിശദമായ തെളിവെടുപ്പിനും കസ്റ്റഡിക്കും ഉൾപ്പെടെ അടുത്ത ദിവസം കോടതിയിൽ അപേക്ഷ നൽകുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയത്. ഏതായാലും ശ്യാം പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രതി കൂടി ഉണ്ട് ഈ കേസിൽ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് നിതിൻ മാത്യൂസിന്റെ അച്ഛന്റെ ജ്യേഷ്ഠന്റെ മകൻ ബന്ധുവായ റെയ്നോൾഡ് ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കൃത്യത്തിന് മുൻപും ശേഷവും ഇതിന്റെ ഭാഗമായിട്ടുണ്ട് റെയ്നോൾഡ് എന്നാണ് പ്രാഥമികമായി പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ റെയ്നോൾഡ് കൂടി പ്രതിപ്പട്ടികയിൽ ഇടം പിടിക്കാനുള്ള സാധ്യതയുണ്ട്.